നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ ലോകം കാത്തിരുന്ന ആ ദിവസമായി, ആ നിമിഷമായി, ആശ്വാസമായി, അനിശ്ചിതത്വമൊക്കെ തന്നെ നീങ്ങി ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലെത്തി. ഏറെ നാടകീയമായ സംഭവങ്ങൾക്കൊടുവിൽ ഇപ്പോൾ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഹമാസ് കൈമാറാൻ തയ്യാറായിരിക്കുന്നു. നേരത്തെ തന്നെ പരാമർശിച്ചതുപോലെ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപ് എത്തുമ്പോൾ താൻ കരുതുന്ന രീതിയിലല്ല കാര്യങ്ങളെങ്കിൽ പിന്നീടുണ്ടാകുന്നതൊന്നും ചിന്തിക്കാൻ കഴിയാത്തതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന സൂചനയ്ക്ക് പിന്നാലെയാണ് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചുകൊണ്ട് നിലവിൽ വരുന്ന രീതിയിൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ആദ്യം മോചിപ്പിക്കുന്ന 3 ബന്ദികളുടെ പട്ടിക ഹമാസ് കൈമാറി. അതോടെയാണ് ഇസ്രയേൽ വെടിനിർത്തലിന് തയ്യാറായത്. ഇന്നു മുതൽ വെടിനിർത്തൽ അങ്ങനെ പ്രാബല്യത്തിൽ വരും. 3 മണിക്കൂർ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ ബന്ദികളെ എവിടെ വെച്ച് എങ്ങനെ കൈമാറുമെന്ന കാര്യത്തിൽ ഒന്നും വ്യക്തത വന്നിട്ടില്ല. ഉടൻ വരുന്ന മണിക്കൂറിൽ തന്നെ അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് കരുതുന്നു. ആദ്യം പ്രാദേശിക സമയം വൈകുന്നേരം 4 മണിക്ക് ബന്ദികളെ കൈമാറാമെന്നായിരുന്നു അറിയിച്ചത്. പിന്നാലെ പലസ്തീൻ തടവുകാരെ ഇസ്രയേലും വിട്ടയക്കും. 3 വനിതകളുടെ പേരിപ്പോൾ ഹമാസ് കൈമാറിയിട്ടുണ്ട്. വെറ്റിനറി നഴ്സായിട്ടുള്ള ഡൊറോൺ സ്റ്റെൻബ്രച്ചർ എന്ന 31-കാരി, ഇസ്രയേൽ ബ്രിട്ടീഷ് പൗരത്വമുള്ള എമിലി ദമാരി എന്ന 28-കാരി, റോമി ഗോനൻ എന്ന 24-കാരിയെയാണ് ആദ്യം വിട്ടയക്കാനായി പോകുന്നത് ഹമാസ്. വെടിനിർത്തലെ അംഗീകരിച്ചുകൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രിയും രംഗത്ത് വന്നിട്ടുണ്ട്. തീവ്ര വലതുപക്ഷവാദികളുടെ എതിർപ്പൊക്കെ തന്നെ മറികടന്നുകൊണ്ട്, അതിനെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് കരാറിന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സർക്കാർ അന്തിമ അംഗീകാരം കൊടുത്തത്. ഖത്തർ, ഈജിപ്ത്, അമേരിക്ക തുടങ്ങിയുടെ രാജ്യങ്ങളുടെ മാസങ്ങൾ നീണ്ട മധ്യസ്ഥ ചർച്ചകൾക്ക് ഒടുവിലാണ് ഈ കരാർ നടപ്പിലാക്കാൻ പോലും സാധിച്ചത്. 15 മാസത്തോളം നീണ്ടുനിന്ന ഏറ്റുമുട്ടലുകൾക്കൊടുവിലാണ് ഇസ്രയേൽ ഹമാസ് സമാധാന കരാർ ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നത്. ഒരു തിരിഞ്ഞുനോട്ടം നടത്തിക്കഴിഞ്ഞാൽ 2023 ഒക്ടോബർ 7-ാം തീയതി ഹമാസ് നടത്തിയ ആക്രമണത്തോടെ തുടങ്ങിയത് ആ സംഘർഷം മധ്യപൂർവേഷ്യയെ തന്നെ ആകെ അസ്ഥിരമാക്കി, ആകെ തലകീഴായി മാറ്റിമറിച്ചു. യുദ്ധത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടമായി. ഏറ്റവും ഒടുവിലത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ തന്നെ 46,000-ത്തിലധികം പലസ്തീനികൾ കൊല ചെയ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്ര അധികം ആളുകളുടെ ജീവനും അതുപോലെ വാസസ്ഥലവുമൊക്കെ ഇല്ലാതായ ഒരാക്രമണമായി മാറിയിരുന്നു. ഒക്ടോബർ 7-നായിരുന്നു ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ സായുധ സംഘത്തിന്റെ ആക്രമണം. പട്ടാളക്കാരെ എന്നല്ല, സാധാരണ ജനങ്ങളെ പോലും ഒരു ദയയും ദാക്ഷിണ്യവും അർഹിക്കാതെ ഹമാസ് കൊന്നൊടുക്കുകയായിരുന്നു. 1200-ലധികം ഇസ്രയേലികൾ അന്ന് കൊല്ലപ്പെട്ടു. 280-ലധികം ആളുകളെ ബന്ദികളാക്കി അതിർത്തി വേലിക്ക് അപ്പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയി. ഇതുവരെയും ഇസ്രയേലിന് അഭിമുഖീകരിക്കാൻ കഴിയാത്ത തരത്തിൽ അപ്പുറത്തേക്ക് ഭീകരമായ ഒരു അവസ്ഥാന്തരമായിരുന്നു അത്. അയൺഡോം അടക്കം അതിർത്തി കോട്ട കാത്തു സൂക്ഷിച്ച സംവിധാനങ്ങളെയൊക്കെ തന്നെ, പ്രതിരോധ കവചങ്ങളെയൊക്കെ തന്നെ മറികടന്നുകൊണ്ടായിരുന്നു ഈ നീക്കമുണ്ടായത്. ആദ്യം എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്ന് പകച്ചു നിന്ന ഇസ്രയേലാകട്ടെ പിന്നീട് അതിശക്തമായ പ്രത്യാക്രമണം നടത്തിയതാണ് ഈ 15 മാസക്കാലവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഗാസ മുനമ്പിൽ നിന്നും പല രാജ്യങ്ങളിലേക്ക് പോലും എത്തിച്ചേർന്നതായിട്ടുള്ള വിവരം നമുക്ക് ലഭ്യമായി. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തുടർച്ചയായി പല രീതിയിലുള്ള ആക്രമണങ്ങളായിരുന്നു നടത്തിയത്. ഹമാസിൻ്റെ ടണലുകളടക്കം, ഒളിത്താവളങ്ങളടക്കം നിരവധി നശിപ്പിച്ചു. ഗാസയിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽ-ഷിഫ അടക്കം ആക്രമിക്കപ്പെട്ടു. നവംബർ 21-ന് 7 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാറുണ്ടായി. പിന്നീട് കുറച്ച് ബന്ദികളെ പരസ്പരം കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും അന്നോടുകൂടി ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുണ്ടാകുമെന്ന് കരുതിയെങ്കിലും പിന്നീട് ഡിസംബർ 1-ാം തീയതി പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും കനത്ത ആക്രമണം തന്നെയാണ് നടത്തിയത്. കരയുദ്ധം ആരംഭിച്ച് മുന്നോട്ട് കടന്നുകൊണ്ടിരുന്നു. പലതും തച്ചു തകർന്ന് താഴേക്ക് വീഴുന്ന കാഴ്ചയായിരുന്നു ഏവരും കണ്ടത്. ജനുവരി മാസം 2024-ൽ ഗാസയിൽ നിന്നുള്ള പിന്മാറ്റം പ്രഖ്യാപിച്ചുവെങ്കിൽ പോലും ആക്രമണം പല രീതിയിലും തുടർന്നു. അന്താരാഷ്ട്ര നീതിന്യായ കോടതി പോലും ഈ വിഷയത്തിൽ ഇടപെട്ടുവെങ്കിലും ഇതിലൊന്നും തന്നെ ഒരു മാറ്റവും സംഭവിച്ചില്ല. ഇറാൻ എംബസിയും ഡമാസ്കസിൽ വെച്ച് ഇസ്രയേൽ ആക്രമണത്തിന് ഇരയായിരുന്നു. ഉന്നത സൈനിക ഉദ്യോഗസ്ഥനടക്കം അതിൽ കൊല്ലപ്പെട്ടു. ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ ഉത്തരവാദിത്തം പോലും ഏറ്റെടുക്കാൻ തയ്യാറായതും. പിന്നീട് ഇറാൻ നൽകിയ മറുപടി എന്ന് പറയുന്നത് 300-ലധികം മിസൈലുകളും ഡ്രോണുകളും ഇസ്രയേലിലേക്ക് അയച്ചായിരുന്നു. അങ്ങനെ അതിർത്തിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇസ്രയേൽ റഫയും ആക്രമിച്ചു. ലോകത്തെമ്പാടും വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം പുറപ്പെട്ടു. പിന്നീട് റഫയിൽ നിന്നും ഖാൻ യൂനിസിൽ നിന്നും ഇസ്രായേലിന്റെ പിന്മാറ്റം കാണാനിടയായി. ജൂലൈ 27-ന് ഗോലാൻ കുന്നുകളിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണം, അന്ന് 12ഓളം കുട്ടികൾ കൊല്ലപ്പെട്ടു. 4-ാം ദിവസം ഹമാസിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തി. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ മണിക്കൂറുകൾക്കകമുള്ള ഒരു ആക്രമണം ഇറാനുള്ള മുന്നറിയിപ്പ് കൂടിയായിരുന്നുവെന്ന്
പിന്നീട് മനസ്സിലാക്കേണ്ടി വന്നിരുന്നു. വളരെ കൃത്യമായ ആക്രമണത്തിലൂടെ ഇറാന് നേർക്ക് തിരിയുകയായിരുന്നു. അങ്ങനെ ഹിസ്ബുള്ളയും ഇറാനുമായി ശത്രുക്കൾ. സെപ്റ്റംബർ 17 ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ച് ഹിസ്ബുള്ളയുടെ വേരിറക്കുന്ന ഒരു നീക്കം. ഹിസ്ബുള്ളയ്ക്ക് തക്കതായ മറുപടിയാണെന്ന് ലെബനനിൽ ഇസ്രയേൽ നൽകിയത്. പിന്നീട് ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള സെപ്റ്റംബർ 28 കൊല്ലപ്പെട്ടു. തൊട്ടു പിന്നാലെ ഹമാസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രഹരം, അവരുടെ തലച്ചോറ് തന്നെ പിളർന്നെടുക്കുന്ന രീതിയിൽ യഹ്യ സിൻവറിനെ അതിക്രൂരമായി ഒക്ടോബർ 16 കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒക്ടോബർ 7 സംഭവിച്ചതിന് ഒരു വർഷത്തിനിപ്പുറം ഒക്ടോബർ 16 കണക്ക് തീർത്തു. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരിയും യഹ്യ സിൻവർ തന്നെയായിരുന്നു. അങ്ങനെ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഉന്നത നിരകളൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇതിനിടയിൽ നെതന്യാഹുവിന് അറസ്റ്റ് വാറണ്ട് അടക്കം പ്രഖ്യാപിച്ചു. നവംബർ 27 ഇസ്രയേലും ഹിസ്ബുള്ളയും വെടിനിർത്തൽ കരാറിലേക്ക് എത്തി. ആ സാഹചര്യത്തിൽ തന്നെ സിറിയയിൽ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് വിമതർ അധികാരത്തിലെത്തിയതും ഈ സാഹചര്യത്തോട് തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നീട് ഇങ്ങോട്ട് ഹമാസുമായിട്ടുള്ള വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാറുകളിലായിരുന്നു ചർച്ചകൾ മുറുകിയതും. അതിപ്പോൾ ജനുവരി മാസത്തിൽ 15 മാസങ്ങൾക്ക് ശേഷം സാധ്യമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.